വിസ്മയ മോഹൻലാൽ തുടക്കം. ആൻഡ് ഈ പടം എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കി ചോദിക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഒന്നാമത്തെ പോസിറ്റീവ് എൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി തന്നെയായിരുന്നു. യാനിക് ആൻഡ് സ്റ്റൻസിലുമാണ് എൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി വെൽ കൺവിൻസ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അത് നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പോസിറ്റീവിൻ്റെ ഫൈറ്റ് തന്നെയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. സെക്കൻഡ് പോസിറ്റീവ് എനിക്ക് പെർഫോമൻസസ് തന്നെയാണ് തോന്നിയത്. കാരണം പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. എസ്പെഷ്യലി വിസ്മയ മോഹൻലാലിൻ്റെ ഡെബ്യൂട്ട് ഫിലിം. ആൻഡ് ഷി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. ഒരു ഡെബ്യൂട്ടൻറ്റിൻ്റെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ആ അഭിനയത്തിൽ തോന്നിയിട്ടില്ല. ആൻഡ് ഹെർ വോയിസ് ഹാസ് ഡബ്ഡ് ഐ തിങ്ക്. വേറൊരു ഡബ് ചെയ്താണെന്ന് തോന്നുന്നു. കാരണം ഇൻ്റർവ്യൂക്കകത്ത് കേട്ടുകൂട്ടല്ല. ആൻഡ് ഞാൻ പുള്ളിക്കാരിയുടെ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് എ റെസ്പെക്ട് ഫോർ. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പം ആ ഒരു സ്റ്റാൻഡ് ഭയങ്കര മെച്ചോർഡായിട്ടൊരു ടോക്കായിരുന്നു. ആൻഡ് കുറേ ഇൻ്റർവ്യൂസിനകത്ത്. ബട്ട് എനിക്കാണെങ്കിൽ ഈ പടത്തിൽ ഷി ഹാസ് എ വെരി ഗുഡ് ജോബ്. ലൈക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫൈറ്റ് സീൻസ് ആണെങ്കിലും ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു. പക്ഷേ ഔട്ട് ഓഫ് ദ സിലബസ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ആശിഷ് ജോ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോൻ. ആൻഡ് ഹീസ് ഡൂയിങ് എ മേജർ റോൾ ഇൻ ദിസ്. ആൻഡ് പുള്ളിക്കാരൻ ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പം ലാലേട്ടൻ്റെ മോൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് ചെയ്യുമല്ലോ എന്നുള്ള ഒരു ജീൻ സ്പീക്ക് എന്ന് പറഞ്ഞൊരു സംഭവം മനസ്സിൽ കണ്ടാണ്. പക്ഷേ ഇത് ഔട്ട് ഓഫ് ദ സിലബസ് ആയിരുന്നു. ആൻഡ് പുള്ളിക്കാരനാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആകെ ഒന്നോ രണ്ടോ ഒറ്റ ഡയലോഗ് എന്തോ ഉള്ളൂ. ഡയലോഗില്ല, പുള്ളിക്കാരൻ്റെ നോട്ടോ ആ ഒരു ക്യാരക്ടറിനെ നമ്മുടെ കൈ കിട്ടി നമ്മളാണെങ്കിൽ പോലും രണ്ടിതെല്ലാം തോന്നും. അത്രയ്ക്കൊരു ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു ഭീകരത അത് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഹി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പടത്തിൽ. ആൻഡ് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിം, പുള്ളിക്കാരൻ്റെ എമ്പുരാനകത്തൊരു സീൻ ഇങ്ങനെ നടന്നു പോയായിരുന്നു. അത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. കാരണം നമുക്ക് ആരാന്ന് അറിയത്തുമില്ലായിരുന്നു ആ ഒരു സീനിനകത്ത്, എമ്പുരാൻ്റെ ഒരു സീനിനകത്തുണ്ടായിരുന്നു. ബട്ട് ഇതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു 2-3 സീൻ, ലൈക്ക് 2-3 സീനൊന്നും ഇല്ല. പിന്നെ ലാലേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10 മിനിറ്റ് താഴെയെന്ന് തോന്നുന്നു. ലൈക്ക് ഒരു ചെറിയ ഗസ്റ്റ് റോൾ തന്നെ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ആ സീൻ എനിക്ക് മോശമായിട്ടോ വെറുതെ കുത്തിക്കേറ്റായിട്ട് തോന്നിയില്ല. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസ് എ ലാലേട്ടൻ ഫാൻ പുള്ളിക്കാരൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും ആ ഡയലോഗ്സ് ഒക്കെ പറയുന്നതൊക്കെ ഭയങ്കര മോട്ടിവേഷണൽ, ഭയങ്കര രസമായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലുക്കും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കൂടുതലൊന്നും ഞാൻ ലാലേട്ടനെ പറ്റി പറയുന്നില്ല. ലൈക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ കൊള്ളായിരുന്നു, സംഭവം എല്ലാം കൊള്ളായിരുന്നു. പിന്നെ അടുത്ത പോസിറ്റീവിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ടെക്നിക്കലി ടു ഗുഡ്. അതാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ ഒരു ഡേയുടെ ഒരു പരിപാടിയാണ്. ബട്ട് അതും നല്ല രസത്തിൽ പോയായിരുന്നു. ലൈക്ക് പേസിംഗ് ഒക്കെ പക്കയായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ജോമോനും അഖിൽ ജോർജ് 2018 ഒക്കെ ചെയ്ത സിനിമാറ്റോഗ്രാഫർ. പിന്നെ സുധീർ വേളമൻ നമ്മുടെ ജനഗണമനൊക്കെ ചെയ്ത ആളുടെ പേര് ഞാൻ അഡീഷണൽ സിനിമാറ്റോഗ്രാഫി കണ്ടായിരുന്നു. ആൻഡ് എന്തായാലും വിഷ്വൽ വൈസ് അടിപൊളിയായിരുന്നു. പിന്നെ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള പോസിറ്റീവ്സ്. പിന്നെ ഒരു കാര്യം, അത് പിന്നെ ഇപ്പം പറയുന്നത് തന്നെ റിപ്പീറ്റേറ്റീവ് ആയിപ്പോയി. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്. പുള്ളിക്കാരൻ ഇപ്പോൾ ഏത് പടം എടുത്താലും ഞാൻ മോളിവുഡ് ടൈംസിൻ്റെ റിവ്യൂക്ക് എത്താൻ തോന്നുന്നു പറഞ്ഞത്, പുള്ളിക്കാരൻ്റെ പേരുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബ്രാൻഡ് വാല്യൂ. ലൈക്ക് പുള്ളിക്കാരൻ ഡിസപ്പോയിൻറ്റ് ചെയ്യൂല. അത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ വാസ് അടിപൊളി. ഇതിനകത്ത് സ്റ്റാർട്ടിങ് KS ചിത്ര പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് കേൾക്കാൻ തോന്നിയില്ല. പക്ഷേ തിയേറ്ററിൽ നല്ല രസമുണ്ടായിരുന്നു ആ പാട്ട്. പിന്നെ ഒരു പാട്ടും കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ വരുന്നൊരു പോർഷനും അവിടെ ഒരു പരിപാടിയുടെ ഒരു ബീജിയും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫീലായിരുന്നു. ആൻഡ് അത് നൈസായിരുന്നു. പിന്നെ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ നെഗറ്റീവ് വൈസ് എനിക്ക് ഇതിനകത്തെ സ്റ്റോറി വൈസ് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നുന്നു. ലൈക്ക് നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ തന്നെ നടക്കും. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു സംഭവം നമ്മൾ ആലോചിച്ച് അത് തന്നെ നടക്കും ലാസ്റ്റ്. അത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. സ്റ്റോറി വൈസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. നോക്കിയാൽ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. പിന്നെ ഭയങ്കര ഭീകര ഫിലിമായിട്ടൊന്നും പ്രതീക്ഷയുണ്ട്. ഒരു ഫാമിലി പടം എന്നൊന്ന് വിചാരിച്ചാൽ മതി. ഒരു ഫാമിലി ടൈപ്പ് പടം. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇത് ഡെഫിനറ്റ്ലി ദേ വിൽ ലവ് ഇറ്റ്. ആൻഡ് ഓവറോൾ പറയാനാണെങ്കിൽ തിയേറ്ററിൽ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല ഫിലിം. ആൻഡ് ഇറ്റ്സ് ആൻ ഗുഡ് ഡെബ്യൂട്ട് ഫോർ വിസ്മയ മോഹൻലാൽ ആൻഡ് ആഷിഷ് ജോ ആൻ്റണി and watch movies. So overall എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. And that's my review. Bye.